ഹലോ എവറിബഡി, വെൽക്കം ടു CS ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ രണ്ട് ടോപ്പിക്സ് കവർ ചെയ്യും. നമ്പർ 1 റെഗുലർ ലാംഗ്വേജസ് ആൻഡ് നമ്പർ 2 അത് ആക്ച്വലി ടോപ്പിക് അല്ല, വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് സം DFAs, റൈറ്റ്? So we'll see some examples. So let's get started with the first topic, which is regular languages. Regular languages എന്ന് പറയുമ്പോൾ all those languages that are accepted by some deterministic finite automata അല്ലെങ്കിൽ finite automata എന്ന് പറയാം. Alright. So every finite automata accepts some language. Okay. അപ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോമേറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കിയിരുന്നു, അപ്പോൾ ആ മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഏത് കാറ്റഗറിയിൽ വരും? റെഗുലർ ലാംഗ്വേജിൽ വരും. ഓൾറൈറ്റ്. സോ നമുക്കറിയാം, ഇഫ് വി കൺസിഡർ ഓൾ പോസിബിൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ, നമ്മൾ എല്ലാ പോസിബിൾ ഓട്ടോമേറ്റ വിച്ച് ആർ മെനി, റൈറ്റ്, വി ഗെറ്റ് എ സെറ്റ് ഓഫ് ലാംഗ്വേജസ്. കാരണം ഓരോ ഓട്ടോമേറ്റ അക്സെപ്റ്റ് സം ലാംഗ്വേജ്. അപ്പോൾ എല്ലാ പോസിബിൾ ഓട്ടോമേറ്റ വി ഗെറ്റ് എ സെറ്റ് ഓഫ് ലാംഗ്വേജസ് അസോസിയേറ്റഡ് വിത്ത് ദം. ഈ എല്ലാ ലാംഗ്വേജസിനെ നമ്മളൊരു ഫാമിലി ആയിട്ട് കാണുവാണെങ്കിൽ ആ ഫാമിലിയാണ് നമ്മൾ റെഗുലർ ലാംഗ്വേജ് എന്ന് പറയും. ഓൾറൈറ്റ്. ഇനി in short, നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് പറയുവാണെങ്കിൽ, a language L is called regular if and only if there exists some deterministic finite acceptor അല്ലെങ്കിൽ machine M such that L is equal to LM. That means ഒന്നുമല്ല, ഒരു ലാംഗ്വേജ് L അത് റെഗുലർ ആണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് അക്സെപ്റ്റർ അല്ലെങ്കിൽ മെഷീൻ ഉണ്ടാവണം. ക്ലിയർ ആയി? സോ ലെറ്റ് us consider one example. Okay. ഈ എക്സാമ്പിൾ എന്താ പറയുന്നത്? ലാംഗ്വേജസ് അക്സെപ്റ്റിംഗ് സ്ട്രിങ്സ് എൻഡിങ് വിത്ത് 0 ഓവർ ഇൻപുട്ട് ആൽഫബറ്റ് 01. ആൽഫബറ്റ് നമ്മുടെ 01 ആണ്. നമ്മുടെ റിക്വയർമെന്റ് എന്താണ്? ഓൾ ദോസ് സ്ട്രിങ്സ് ദാറ്റ് എൻഡ് വിത്ത് 0. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോ സ്ട്രിങ്സും അതിന് ലെങ്ത് 1, 2, 3. ഓക്കെ, വിൽ ജസ്റ്റ് സീ. ഓക്കെ. സോ മിനിമം ലെങ്ത് സ്ട്രിങ്, ഷോർട്ടസ്റ്റ് സ്ട്രിങ് ഈ ലാംഗ്വേജിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓൾറൈറ്റ്. കാരണം ലെങ്ത് 1. So 0 is a string which starts with 0 and ends with 0. അപ്പോൾ ഈ കാറ്റഗറിയിൽ നമുക്ക് ഈ സ്ട്രിങ്ങിനെ പെടുത്താം. ഓക്കെ. Now number 2, ലെങ്ത് 2 ഉള്ളത് 0, 0. You can see the ones marked in red. അത് എൻഡിങ് വിത്ത് 0 കാണിക്കുന്നത്, റൈറ്റ്? സോ ലെങ്ത് 2 ആണെങ്കിൽ 0, 0, 1, 0. ലെങ്ത് 3 ആണെങ്കിൽ 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 0. ലെങ്ത് 4 ഒരുപാടുണ്ടാവും. അതുപോലെ ലെങ്ത് 5 ലെങ്ത് 6 അങ്ങനെ ഇഷ്ടം പോലെ സ്ട്രിങ്സ് ഇതിനകത്ത് വരും. അപ്പൊ ഈ എല്ലാ സ്ട്രിങ്സും വിച്ച് എൻഡ്സ് വിത്ത് 0, റൈറ്റ്, ദിസ് ഫോംസ് എ ലാംഗ്വേജ്. റൈറ്റ്. ഈ ലാംഗ്വേജ് എന്താണ്? റെഗുലർ ലാംഗ്വേജ് ആണ്. ഇനി ഈ ലാംഗ്വേജ് റെഗുലർ ലാംഗ്വേജ് എപ്പോൾ ആവും? വെൻ ഇറ്റ് ഈസ് accepted ബൈ സം ഓട്ടോമേറ്റ, ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അത് നമ്മൾ നോക്കും. ഓക്കെ. സോ സി യു ക്യാൻ സി ഈ സെറ്റിന് നമ്മളിങ്ങനെ യു ക്യാൻ സി 0, 0, 0, 1, 0, 0, 0, 0, 0, 1, 0, റൈറ്റ്, ആൻഡ് സോ ഓൺ. ഒരു സ്ട്രിങ് നിങ്ങൾ നോക്കിക്കേ, ഇതിന് വലിയൊരു സ്ട്രിങ്, റൈറ്റ്, ഇറ്റ്സ് എൻഡ്സ് വിത്ത് 0. അതുപോലെ നമുക്ക് എത്ര വലിയ സ്ട്രിങ്സും നമുക്ക് ഫോം ചെയ്യാം. ദ കണ്ടീഷൻ ഈസ് ഇറ്റ് മസ്റ്റ് എൻഡ് വിത്ത് 0. നൗ ഇത് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദിസ് ഇസ് എ റെഗുലർ ലാംഗ്വേജ് എന്ന് പറയും. So if there is a finite automata that accepts this language, then this language is regular. So let's design a DFA that accepts this language. So Q0 ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം Q0 is a initial state. Then എന്താ നമ്മൾ ചെയ്യുന്നത്? See, 0, right? നമ്മുടെ മിനിമം ലെങ്ത് സ്ട്രിങ് എന്താ? അതിനകത്ത് 0 ആണ്. സോ മിനിമം സ്ട്രിങ്ങിനെ ഏറ്റവും ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. റൈറ്റ്. സോ Q0 നിന്നും 0 ഇൻപുട്ട് എടുത്തിട്ട് ഇറ്റ് വെൻ ടു എ ഫൈനൽ സ്റ്റേറ്റ് വിച്ച് ഈസ് Q1. ഓക്കെ. നൗ ഇവിടെ നമുക്ക് രണ്ട് റൂൾസ് നമുക്കറിയാം. ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ് അല്ലെങ്കിൽ DFA വർക്ക്, നമ്മളിവിടെ DFA ആണ് വരയ്ക്കുന്നത്. ഓൾറൈറ്റ്. സോ DFA വർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആ ആൽഫബറ്റിലുള്ള എല്ലാ ഇൻപുട്ട് വാല്യൂസും പോകണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒരു ഇൻപുട്ട് ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്തിട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോട്ട് പോകത്തില്ല. ഫോർ എക്സാമ്പിൾ Q0, 0 Q1ഉം Q2ലോട്ടും പോകത്തില്ല. ഇറ്റ് വിൽ ഗോ ടു ഓൺലി വൺ സ്റ്റേറ്റ്. ഓക്കെ. സോ ഇവിടെ അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ Q0 നിന്ന് 0 പോയി ഇനി 1 പോകണമല്ലോ, റൈറ്റ്. സോ 1 നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ ലൂപ്പ് ചെയ്ത് ഇടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് മസ്റ്റ് എൻഡ് വിത്ത് 0. സോ ഇഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് 1, then it's not a problem, അല്ലേ? അപ്പോൾ 1 നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ ലൂപ്പ് ചെയ്ത് ആ സ്റ്റേറ്റിൽ തന്നെ ഇട്ടു. ഓൾറൈറ്റ്.
ഇനി Q0യിൽ നിന്നും 0 വന്നു 1 വന്നു. ഇനി Q1ൽ 0 വരുവാണെങ്കിൽ Q1ൽ നമ്മൾ എത്തിയിട്ട് 0 വരുവാണെങ്കിൽ വി ഡു നോട്ട് ഹാവ് എനി പ്രോബ്ലം. അത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ ലൂപ്പ് ചെയ്തു. ബിക്കോസ് നമ്മുടെ ലാംഗ്വേജ് എന്താണ്, എൻഡിങ് വിത്ത് 0. സോ വി ഡോണ്ട് മൈൻഡ് 0 അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇടും. ഇനി Q1ൽ നിന്നും 1 പോകണം, റൈറ്റ്? സോ 1 അവിടെ വരുവാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇടില്ല, നമ്മൾ തിരിച്ച് Q0ലോട്ട് വിടും, റൈറ്റ്? സോ ഇൻ ദിസ് വേ we can find all those strings, we can accept all those strings that end with 0. ഒരു എക്സാമ്പിൾ ഇതിനകത്ത് ഇട്ട് നോക്കാം. സപ്പോസ് യു ആർ ടേക്കിംഗ് ദ എക്സാമ്പിൾ 0 1 0 0. സോ Q0യിൽ നിന്ന് ആദ്യം 0, റൈറ്റ്? ദിസ് ഞാൻ ഇവിടെ എഴുതാം 0 1 0 0. Now ഇത് accept ചെയ്യും. why? because it is ending with 0. so Q0യിൽ ആദ്യം 0 വരും. So Q0യിൽ 0 വരുമ്പോൾ it goes to Q1 state. Then Q1 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ it takes 1 as input, തിരിച്ച് Q0ലോട്ട് വരും. Q0യിൽ നിന്നും 0 എടുത്തിട്ട് Q1ലോട്ട് തിരിച്ചു വരും. Then Q1ൽ നിന്നും 0 എടുത്തിട്ട് Q1ലോട്ട് തന്നെ വരും. സോ ദിസ് സ്ട്രിങ് ഈസ് അക്സെപ്റ്റഡ്. അതുപോലെ എല്ലാ സ്ട്രിങ്സും ഈ DFA അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് സിൻസ് ദിസ് ലാംഗ്വേജ്, ഈ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ലാംഗ്വേജ് ഹാസ് സം ഫൈനൈറ്റ് അക്സെപ്റ്റർ വിച്ച് അക്സെപ്റ്റ്സ് ദിസ് ലാംഗ്വേജ്, നമ്മൾ എന്ത് പറയും, ഈ ലാംഗ്വേജ് എന്തായിരിക്കും, റെഗുലർ ലാംഗ്വേജ് ആയിരിക്കും. ഓൾറൈറ്റ്? സോ ഇതാണ് റെഗുലർ ലാംഗ്വേജിന്റെ ബേസിക്കും അതിനെ സംബന്ധിച്ചുള്ള ഒരു എക്സാമ്പിളും. നൗ let us construct some DFA. okay, first example നമ്മൾ നോക്കാം. design a DFA that accepts only a string 0 1. right? നമ്മുടെ ആൽഫബറ്റ് എന്താണ്, 0 1 ആണ്. നമുക്ക് എന്ത് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി, 0 1. see, it is not starting with 0 1 or ending with 0 1. നമ്മൾ 0 1 മാത്രമേ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. alright, let me be clear again. ഈ DFAയിൽ നമ്മൾ 0 1 എന്ന് പറയുന്ന സ്ട്രിങ് മാത്രം, ഓൺലി 1 സ്ട്രിങ്, ഓക്കെ, 1 സ്ട്രിങ്, ഈ സ്ട്രിങ് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. വേറെ ഏത് സ്ട്രിങ് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു DFA കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, സോ ഓൺലി 1 സ്ട്രിങ് 0 1, all other string it would be rejected. ഓക്കെ, നമുക്ക് ജസ്റ്റ് തുടങ്ങാം. സോ Q0 is the initial state, നമ്മൾ അവിടെ നിന്ന് തുടങ്ങും. Then 0, see, 0 വരുമ്പോഴത്തേക്കും Q1 സ്റ്റേറ്റിലോട്ട് പോകും. ദെൻ 1 വരുമ്പോഴത്തേക്കും Q2 സ്റ്റേറ്റിലോട്ട് പോയിട്ട് അക്സെപ്റ്റ് ആയി. സോ നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്, ഏറ്റവും മിനിമം സ്ട്രിങ്, അത് മിനിമം സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ സ്ട്രിങ്ങേ ഉള്ളൂ. ആ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു, Q0 നിന്ന് 0 Q1ലോട്ട് പോയി, Q1ൽ നിന്നും 1 വന്ന് Q2ലോട്ട് പോയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ DFAയുടെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. DFAയുടെ കണ്ടീഷൻസ് എന്താണ്, ഓരോ സ്റ്റേറ്റിൽ നിന്നും എന്ത് വേണം, എത്ര ആൽഫബറ്റിൽ എത്ര സിമ്പിൾസ് ഉണ്ട്, 0 1 സിമ്പിൾ, റൈറ്റ്? ആ 2 സിമ്പിൾസും എന്ത് ചെയ്യണം, Q0യിൽ നിന്നും ഇൻപുട്ട് എന്ന രീതിയിൽ പുറത്തു പോകണം. സപ്പോസ് ആൽഫബറ്റ് 0 1 2 ആണെങ്കിൽ Q0 Q1 Q2 ഓരോ സ്റ്റേറ്റിൽ നിന്നും എന്ത് 0 1 2 പോകണം, റൈറ്റ്? സോ ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ 0 1 ആണ്. സോ Q0യിൽ നിന്നും 0 പോകുന്നുണ്ട്. വാട്ട് അബൌട്ട് 1? റൈറ്റ്? സോ 1 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ Q3 സ്റ്റേറ്റിലോട്ട് വിടും, വേറെ സ്റ്റേറ്റിലോട്ട് വിടും, റൈറ്റ്? നൗ സി, 1 നിന്ന് തുടങ്ങുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ DFA എന്താ അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്ട്രിങ്സ് ദാറ്റ് നോട്ട് സ്ട്രിങ്സ്, ഓൺലി 0 1 എന്ന് പറയുന്ന സ്ട്രിങ്, റൈറ്റ്? സോ 1 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വേറെ സ്റ്റേറ്റിലോട്ട് വിടും, റൈറ്റ്? സോ Q0യുടെ ആ റിക്വയർമെന്റ് ഫുൾഫിൽ ആയി 0 and 1. Now Q1ൽ നിന്നും 1 പുറത്തോട്ട് പോകുന്നുണ്ട്, ബട്ട് വി ഡു നോട്ട് ഹാവ് 0. സോ 0 വരുവാണെങ്കിൽ വി ഹാവ് നോ യൂസ്, കാരണം 0 1 നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഇനി Q1ൽ വരുമ്പോൾ 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെയും Q3ലോട്ട് വിടണം, റൈറ്റ്? ഇനി Q2ൽ 0 1 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെയും നമ്മൾ Q3ലോട്ട് വിട്ടു. ഇനി Q3ൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 1 വരുവാണെങ്കിൽ അതിനെ അവിടെ തന്നെ ലൂപ്പ് ചെയ്യിപ്പിച്ചു, റൈറ്റ്? യു ക്യാൻ സീ ദാറ്റ് Q3 എന്തായിരിക്കും, ഒരു ട്രാപ്പ് സ്റ്റേറ്റ് ആയിരിക്കും, റൈറ്റ്? കാരണം വെച്ചാൽ Q0യിൽ നമ്മൾ 1 വരുവാണെങ്കിൽ അത് പിന്നെ തിരിച്ചു വരാൻ പാടില്ല, കാരണം അത്
വണ്ണിൽ നിന്നും വി ഡു നോട്ട് ഹാവ് എനി അതർ സ്ട്രിങ് റൈറ്റ് 0 1 ഇല്ലെങ്കിൽ 1 നിന്ന് തുടങ്ങുന്നതോ ഒരു സ്ട്രിങ്ങും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ആകെപ്പാടെ 0 1 എന്ന് പറയുന്ന ഒരൊറ്റ സ്ട്രിങ്ങെ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ Q0യിൽ നിന്നും 0 എടുത്തിട്ട് Q1 എത്തി. ഇനി Q1 1 ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് റൈറ്റ്. Q1ൽ ഇനി 0 വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, അതിനെയും ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് ഇട്ടു. ഇനി 0 1 അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചിട്ടു. ഇനി Q2ൽ നിന്ന് വേറൊരു സിമ്പിൾസും വരാൻ പാടില്ല. അഥവാ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് പറഞ്ഞു വിടും. എന്നിട്ട് ട്രാപ്പ് സ്റ്റേറ്റിൽ വന്നതിന് ശേഷം 0 1 ഈ Q3യിൽ 0 വരുവാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ വിടും. 1 വരുവാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ ലൂപ്പ് ചെയ്യിപ്പിക്കും. സോ ഇൻ ദിസ് വേ യു ക്യാൻ സേ ദിസ് ഇസ് Q3 ഇസ് എ ട്രാപ്പ് സ്റ്റേറ്റ് റൈറ്റ്. ഈ ട്രാപ്പിൽ വന്നിട്ട് നമുക്ക് തിരിച്ചെന്താണ് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റത്തില്ല റൈറ്റ്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദി ട്രാപ്പ് സ്റ്റേറ്റ്. സോ ഈ DFA കൺസ്ട്രക്ഷൻ നമ്മൾ എന്താ ചെയ്തത്, വി അക്സെപ്റ്റഡ് ഓൺലി വൺ സ്ട്രിങ് 0 1 റൈറ്റ്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ട്രാൻസിഷൻ ടേബിൾ ഒബ്വിയസ്ലി വളരെ സിമ്പിൾ ആണ്. ഹൗ Q0 സോ യു ക്യാൻ സീ Q0യിൽ നിന്നും 0 എടുക്കുവാണെങ്കിൽ Q0യിൽ നിന്നും 0 എടുക്കുവാണെങ്കിൽ Q1. സോ Q1 Q0യിൽ നിന്നും 1 എടുക്കുവാണെങ്കിൽ Q3 യു ക്യാൻ സീ. സോ Q3 റൈറ്റ്. അതുപോലെ നമ്മൾ മുഴുവൻ ടേബിളിനെ ഫില്ല് ചെയ്യും. Q1ൽ 0 വരുവാണെങ്കിൽ Q1ൽ 0 വരുവാണെങ്കിൽ Q3, Q1ൽ 1 വരുവാണെങ്കിൽ Q1ൽ 1 വരുവാണെങ്കിൽ Q2. സോ സിമിലർലി യു ക്യാൻ ഫിൽ ദിസ് ടേബിൾ. ഇതിനെ നമ്മൾ ട്രാൻസിഷൻ ടേബിൾ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് നോക്കിയിരുന്നു. ഇനി സെക്കൻഡ് എക്സാമ്പിൾ. What is second example? Design a DFA that accepts language with string starting with 0. Right. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റാർട്ടിംഗ് വിത്ത് 0 എന്ന് പറയുമ്പോൾ 0യിൽ നിന്ന് തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് എന്തായാലും നോ ഇഷ്യൂസ്. ഓൾറൈറ്റ്, എന്തു ആവാം, എവറിത്തിങ് ഇസ് ഫൈൻ. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഉള്ളൂ, ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് 0 ഓർ ആൽഫബറ്റ് എന്താണ്, ആൽഫബറ്റ് 0 1 ആണ്. ഓക്കെ. സോ ഈ ഒരു റെഗുലർ ലാംഗ്വേജിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു റെഗുലർ ലാംഗ്വേജ് ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് സം DFA. ഓക്കെ. സോ മിനിമം സ്ട്രിങ് എന്താണ് ഇതിന്റെ? മിനിമം സ്ട്രിങ് ഈസ് 0 ഓൺലി റൈറ്റ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് 0. സോ ഒരു സ്ട്രിങ് 0 മാത്രമാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ അക്സെപ്റ്റിംഗ്. ഓൾ ദോസ് സ്ട്രിങ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 മസ്റ്റ് ബി റിജക്റ്റഡ്. ഓൾറൈറ്റ്. ഇപ്പോൾ 1ൽ നിന്ന് തുടങ്ങുന്ന ഒരു സ്ട്രിങ്ങും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. Q0യിൽ നിന്നും 0 വരുമ്പോഴത്തേക്കും Q1ലോട്ട് പോയി. മിനിമം സ്ട്രിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, Q0യിൽ നിന്നും ഇനി 1 ഇൻപുട്ട് എടുക്കാനുണ്ട്. Q1ൽ 0 1 എടുക്കാനുണ്ട്. സോ Q1ൽ നിന്ന് 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ട്രാപ്പിലോട്ട് വിടണം റൈറ്റ്. Q2ലോട്ട് വിട്ടു റൈറ്റ്. അപ്പൊ Q0യിൽ നിന്ന് എന്ത് വന്നു, 2 ഇൻപുട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി Q1ൽ നിന്ന് 0 1 വരുവാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ ലൂപ്പ് ചെയ്യും. വൈ? ബിക്കോസ് നമ്മൾ സ്റ്റാർട്ടിംഗ് വിത്ത് 0 എന്നാണ്, എൻഡിങ് എന്തും ആവാം. സോ എൻഡിങ് സ്റ്റേറ്റിൽ വന്നിട്ട് എന്ത് ഇൻപുട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്തു, അവിടെ തന്നെ ലൂപ്പ് ചെയ്യിപ്പിക്കുവാണ്. ഓൾറൈറ്റ്. സോ Q2 സ്റ്റേറ്റിൽ ഇനിയിപ്പോൾ എന്തുണ്ട്, 0 1 വരുവാണെങ്കിൽ Q2 സ്റ്റേറ്റിൽ നമ്മൾ അവിടെ തന്നെ. സോ ദിസ് ഇസ് വാട്ട്, ദിസ് ഇസ് എ ട്രാപ്പ് സ്റ്റേറ്റ്. സോ എന്താണ്, Q0യിൽ നിന്ന് 1 വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 ഇറ്റ് ഗോസ് ടു വാട്ട്, എ ട്രാപ്പ് സ്റ്റേറ്റ്. എന്നിട്ട് 0 1 ഇനി വരുവാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. സോ ഓൾ ദോസ് സ്ട്രിങ്സ് ദാറ്റ് ആർ സ്റ്റാർട്ടിംഗ് വിത്ത് 1 ഈ ഒരു പാത്ത് എടുത്ത് പോവാണ്, തിരിച്ചു വരുന്നില്ല. സോ ഇൻ ദിസ് വേ 0 എടുക്കുന്ന സ്റ്റാർട്ടിംഗ് 0 എടുക്കുന്ന സ്ട്രിങ്സ് എല്ലാം ഇവിടെ വന്ന് പിന്നെ എന്തും Q1ൽ അക്സെപ്റ്റ് ആവും. സോ ദിസ് ഇസ് എ DFA that accepts all strings that starts with 0. Again ഇതിന്റെ ട്രാൻസിഷൻ ടേബിൾ നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ പറ്റും റൈറ്റ്. Q0 0 നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. തേർഡ് design a DFA that accepts language with strings starting with 0 and ending with 1. റൈറ്റ്. ഇവിടെ എന്തുണ്ട്, 2 കണ്ടീഷൻ ഉണ്ട്. ഇറ്റ് മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് 0 ആൻഡ് ഇറ്റ് മസ്റ്റ് എൻഡ് വിത്ത് 1. ഇടയ്ക്ക് എന്തും ആവാം. ഓക്കെ, നോ ഇഷ്യൂസ്. ആൽഫബറ്റ് എന്താണ്, 0 1. ഓക്കെ. സോ മിനിമം സ്ട്രിങ് എന്തായിരിക്കും, ഓബ്വിയസ്ലി 0 1 ആയിരിക്കും റൈറ്റ്. സ്റ്റാർട്ടിങ് എന്താണ്, 0 ആണ്. എൻഡിങ് എന്താണ്, 1 ആണ്. സോ മിനിമം സ്ട്രിങ് എന്താണ്, 0 1 ആണ് റൈറ്റ്. ഓൾ ദോസ് സ്ട്രിങ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 അത് റിജക്റ്റ് ആവണം. ഓൾ ദോസ് സ്ട്രിങ്സ് എൻഡിങ് വിത്ത് 0 അതും റിജക്റ്റ് ആവണം. ഓക്കെ. സോ ഹൗ ആർ യു ഗോയിങ് ടു അപ്രോച്ച് ദിസ്? Q0 സ്റ്റാർട്ട് ചെയ്തു, മിനിമം സ്ട്രിങ് ഏറ്റവും ആദ്യം 0, ഇറ്റ് ഗോസ് ടു Q1 സ്റ്റേറ്റ്. Q1 നിന്നും 1 എടുത്തിട്ട് Q2 സ്റ്റേറ്റിലോട്ട് എത്തി. ഇൻ ദിസ് വേ മിനിമം സ്ട്രിങ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു റൈറ്റ്, അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു സോറി റൈറ്റ്. ഇനി Q0യിൽ നമ്മൾ എന്ത് ചെയ്യണം, Q0 0 പോകുന്നുണ്ട്, Q0 1 ഇവിടെ മിസ്സിംഗ് ആണ്. സോ Q1 വരുമ്പോഴത്തേക്കും വി ഗേവ് ഇറ്റ് ടു Q3 സ്റ്റേറ്റ് റൈറ്റ്.
ദാറ്റ് മീൻസ് Q0 ൽ നിന്ന് 1 വരാൻ പാടില്ല. സോ Q3 അതൊരു ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് പോകണം. ഇൻ ദ സെയിം വേ Q1 ൽ നിന്നും 1 പോകുന്നുണ്ട്, Q1 ൽ നിന്നും 1 പോകുന്നുണ്ട്, പക്ഷെ 0 ഇല്ല. സോ 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, സി Q3 നമ്മൾ ആദ്യം ചെയ്തു, 0 1 ഇട്ടിട്ട് അങ്ങ് ലൂപ്പ് ചെയ്യിപ്പിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ട്രാപ്പ് സ്റ്റേറ്റ്. നൗ Q1 ൽ 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? അവിടെ തന്നെ ലൂപ്പ് ചെയ്യിപ്പിച്ചു. വൈ? ബിക്കോസ് 0 0 0 എന്ത് വരുവാണെങ്കിൽ നോ ഇഷ്യൂസ്, റൈറ്റ്? നമ്മൾ എന്താണ് വേണ്ടത്? എൻഡിങ് വിത്ത് 1 ആയാൽ മതി. സോ Q1ൻ്റെയും 1ഉം 0 നമ്മൾ ഓക്കെ ആക്കി. ഇനി നമുക്ക് എന്താണ്? Q2ൽ 2 സ്റ്റേറ്റും വേണം. സോ സി എൻഡിങ് വിത്ത് 1 ആണ്, റൈറ്റ്? സോ Q2ൽ വന്നതിന് ശേഷം 1 വരുവാണെങ്കിൽ നോ ഇഷ്യൂസ്, നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ ലൂപ്പ് ചെയ്യിപ്പിക്കും. പക്ഷെ 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി കാൺട്ട് അക്സെപ്റ്റ് ദാറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 0 വരുവാണെങ്കിൽ തിരിച്ചു കൊടുക്കും Q1ലോട്ട്, റൈറ്റ്? Q1ലോട്ട് തിരിച്ച് നമ്മൾ ട്രാൻസിഷൻ നടത്തും, റൈറ്റ്? സോ ഇൻ ദിസ് വേ സി Q2ൻ്റെ 1 and 0ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻ ദിസ് വേ ഇറ്റ് ഫോംസ് എ DFA. സപ്പോസ് ഞാനൊരു ലാംഗ്വേജ്, ഒരു സ്ട്രിങ് എടുക്കാം. സപ്പോസ് എന്താണ് നമ്മുടെ സ്റ്റാർട്ടിങ് വിത്ത് 0 ആൻഡ് എൻഡിങ് വിത്ത് 1. സപ്പോസ് 0 0 1 0 0 1, റൈറ്റ്? സോ Q0 0 എന്തായിരിക്കും? Q1 സ്റ്റേറ്റിലോട്ട് വന്നു. ഇനി Q1 0 എന്തായിരിക്കും? Q1 0 Q1 സ്റ്റേറ്റിൽ തന്നെ വന്നു. Q1 1 എന്തായിരിക്കും? Q1 1 ഗോസ് ടു Q2. ഇനി Q2 0 എന്തായിരിക്കും? Q2 0 ഗോസ് ടു Q1. ആൻഡ് Q1 0 എന്തായിരിക്കും? Q1 തന്നെ ആയിരിക്കും. ദെൻ Q1 1 ഇവൻച്വലി എന്തായിരിക്കും? Q2 ആയിരിക്കും. സോ ഇറ്റ് ഈസ് accepting. Now see Q2 0 നമ്മൾ Q0ലോട്ട് കൊടുക്കരുത്. സി നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് കൊടുത്തത്, റൈറ്റ്? നമ്മൾ യു മേ തിങ്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ എടുത്തത്, റൈറ്റ്? വൈ ഡിഡ്ന്റ് വി ഗിവ് ഇറ്റ് ടു Q0? സി ദ സിമ്പിൾ റീസൺ എന്ന് പറയുമ്പോൾ 0ലോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്? സോ 0, സപ്പോസ് എ സ്ട്രിങ് ലൈക്ക് 0 1 1 0 1, റൈറ്റ്? സി ഇത് അക്സെപ്റ്റ് ആവേണ്ടതാണ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് 0 ആൻഡ് എൻഡിങ് വിത്ത് 1, റൈറ്റ്? സോ നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ Q0ലോട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി. 0 1 ഇവിടെ വന്നു, Q2ലോട്ട് വന്നു. ദെൻ Q2ൽ നിന്നും ഈ 1 എടുത്തിട്ട് Q2ൽ തന്നെ. നൗ Q2ൽ നിന്ന് ഇനി 0 വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റെഡ് ഓഫ് Q1 എങ്ങോട്ടായിരിക്കും പോവുക? Q0ലോട്ട് പോകും, റൈറ്റ്? പിന്നെ അവിടെ നിന്ന് 1 എടുത്തിട്ട് നേരെ ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ 0നെ ട്രാൻസിഷൻ എടുത്തിട്ട് Q1ൽ തന്നെ കൊടുത്തു. ബിക്കോസ് വി നീഡ് ടു കം ബാക്ക് അഗൈൻ. Alright, so I hope this was clear to you. ഇതിൻ്റെയും ട്രാൻസിഷൻ ടേബിൾ നമുക്ക് ഇതുപോലെ വരയ്ക്കാം. I hope that is not a big problem for you. Now, fourth question നമുക്ക് നോക്കാം. Design a DFA that accepts language with strings ending with 001. Right? So any ending എങ്ങനെയായിരിക്കണം? 0 0 1. Starting എന്തുവാവാം? Okay. സോ ഇതിന്റെ മിനിമം സ്ട്രിങ് എന്തായിരിക്കും? 001 തന്നെ ആയിരിക്കും. ആൽഫബറ്റ് എന്താണ്? 01 ആണ്. മിനിമം സ്ട്രിങ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ 001. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മിനിമം സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. 0 Q1 0 Q2 1 Q3 അക്സെപ്റ്റഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? Q0യിലും 2 കണ്ടീഷൻ, 2 വേണം. 0 വേണം, 1 വേണം, റൈറ്റ്? സോ 1 വരുവാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ലൂപ്പ് ചെയ്യിപ്പിച്ചു. കാരണം എന്താണ്? 1 നമ്മൾ ട്രാപ്പ് സ്റ്റേറ്റിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എൻഡിങ് 001 വന്നാൽ മതി. ഓൾറൈറ്റ്, വി ആർ നോട്ട് ഇതിന് നമ്മൾ ട്രാപ്പ് സ്റ്റേറ്റിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ 1 വരുമ്പോഴും നമുക്ക് എടുക്കേണ്ടതാണ്. ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് വിട്ടാൽ ശരിയാവില്ല. കാരണം 1001 എന്താണ്? അക്സെപ്റ്റ് ആവേണ്ടതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എൻഡിങ് വിത്ത് 001. ഓക്കെ, സോ Q0യുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. Q0യിൽ നിന്നും 1 ഇൻപുട്ട് പോകുന്നുണ്ട്, 0 ഇൻപുട്ടും പോകുന്നുണ്ട്. വാട്ട് അബൌട്ട് Q1? Q1ൽ 1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രാപ്പ് സ്റ്റേറ്റിൽ വിടാൻ പാടില്ല, റൈറ്റ്? വൈ? ബിക്കോസ് അതിനെ ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ സ്ട്രിങ്സ് മുന്നോട്ട് പോകത്തില്ല, റൈറ്റ്? സോ 0 1, സോ 0 1, റൈറ്റ്? 0 0 1 ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടതല്ലേ? സോ 0 വന്നു കഴിഞ്ഞു, പിന്നെ 1 നമ്മൾ ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. സോ നമ്മൾ എന്താണ്? 1ന്റെ ട്രാൻസിഷൻ ചെയ്യേണ്ടി വരും, റൈറ്റ്? സോ 1 വരുമ്പോഴത്തേക്കും ഇറ്റ് ഗോസ് ടു Q0. സി 1 കൊടുക്കുമ്പോൾ Q0 പോയി. ദെൻ 0 0 1 നോർമൽ 0 0 1, റൈറ്റ്? അക്സെപ്റ്റഡ് ആയി. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ Q1 വരുമ്പോൾ Q1ൽ 1 വരുമ്പോൾ വി ആർ ഗിവിംഗ് ഇറ്റ് ബാക്ക്. സോ Q1ന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. Q1 0 പോകുന്നുണ്ട്, 1ഉം
പോകുന്നുണ്ട്. വാട്ട് അബൌട്ട് Q2? Q2ൽ 0 വരുവാണ് നമ്മൾ അവിടെ തന്നെ കൊടുക്കും. ലുക്ക്, ബിക്കോസ് 0 0 1 എൻഡിങ് വിത്ത് 0 0 1. സോ ഇവിടെ നോ മാറ്റർ ഹൗ മച്ച് സീറോസ് ഇവിടെ വന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ല, കാരണം അതിന് മുമ്പ് ഒരു 0 ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ 0 0 1. ഇവിടെ നമ്മൾ 2 0 കൊടുത്താലും 0 0 1, റൈറ്റ്? സോ നോ ഇഷ്യൂസ്. Q2ൽ നമ്മൾ എന്ത് ചെയ്യും? 0 അവിടെ തന്നെ കൊടുക്കും. Q2ൽ നിന്നും 1ഉം പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ Q2യുടെ പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്തു. ഇനി Q3ൽ 0 വരുവാണെങ്കിൽ യു സി വി ആർ ഗിവിങ് ഇറ്റ് ഓവർ ഹിയർ. Q1ലാണ് നമ്മൾ കൊടുക്കുന്നത്, നോട്ട് ടു Q0, റൈറ്റ്? കാരണം 0 വരുമ്പോൾ ദിസ് 0 ആൻഡ് 0 1. സോ 0 0 1 അക്സെപ്റ്റഡ്, റൈറ്റ്? സോ എൻഡിങ് എന്തായിരിക്കും? 0 0 1 ആയിരിക്കും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ട്രാപ്സ് ഇല്ലെങ്കിൽ സപ്പോസ് നമ്മൾ Q0 പോവാണെങ്കിൽ സോ 0 0 1 0 0 0 1, റൈറ്റ്? സോ there is a possibility that 0 0 1ൽ നിന്നും എൻഡ് ആവത്തില്ല, റൈറ്റ്? സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? Q3ൽ നിന്നും Q1ലോട്ടാണ് ഡയറക്ട്ലി കൊടുക്കുന്നത്, എൻഷുറിങ് ദാറ്റ് ഇറ്റ് എൻഡ് വിത്ത് 0 0 1. സോ Q3ൽ നിന്നും 0 നമ്മൾ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഇനി 1 വരുവാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് Q0ലോട്ട് വിടണം. വൈ? ബിക്കോസ് 1 നമ്മൾ Q0ലോട്ട് പോകുമ്പോഴത്തേക്കും സോ 1 0 0 1, റൈറ്റ്? പക്ഷെ നമ്മളത് Q1ലോട്ട് കൊടുക്കുവായിരുന്നെങ്കിൽ, ഇവിടെ കൊടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഇവിടെ നമ്മൾ 1 കൊടുക്കുവാണെങ്കിൽ 1 0 1 വന്നേനെ, റൈറ്റ്? സോ 1 0 1 നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് എന്താണ്? തിരിച്ച് Q0ലോട്ട് പോയാൽ മാത്രമേ വി എൻഷുർ ദാറ്റ് 0 0 1ൽ വന്ന് എൻഡ് ആവും. ഓൾ റൈറ്റ്? സോ ട്രാൻസിഷൻ ടേബിൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. ഓൾ റൈറ്റ്? സോ ഐ ഹോപ്പ് ദിസ് ഡിസൈൻ ഈസ് ഓൾസോ ക്ലിയർ. ഓൾ റൈറ്റ്? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. Design a DFA that accepts language with string 0 only over input type. That means ഈ സ്ട്രിങ്സിൽ അല്ലെങ്കിൽ ഈ ലാംഗ്വേജിൽ 0 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് 0 0 0 0 0 0 ഇങ്ങനത്തെ ലാംഗ്വേജസിനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓൾറൈറ്റ്? സോ മിനിമം സ്ട്രിങ് എന്താണ്? 0 ആണ്. സോ എങ്ങനെ പ്രൊസീഡ് ചെയ്യും? Q0 0 എടുത്തു, അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. ഇനി എന്താണ്? Q0ൽ 1 വരുവാണ് എന്ത് ചെയ്യും? നമ്മൾ Q2ലോട്ട് പോകും, കാരണം നമുക്ക് 1 വേണ്ട, അത് ട്രാപ്പ് സ്റ്റേറ്റ് ആണ്, റൈറ്റ്? ദാറ്റ് വിൽ ബി ട്രാപ്പ് സ്റ്റേറ്റ്. ഇനി Q1ൽ 1 വരുവാണെങ്കിലോ അതും ട്രാപ്പ് സ്റ്റേറ്റിലോട്ട് പോകും, കാരണം എൻഡിങ് വിത്ത് 0 വരുവാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് ആക്ച്വലി നേരത്തെ പറയേണ്ടതായിരുന്നു, റൈറ്റ്? സോ ദിസ് ഈസ് ക്വൈറ്റ് ഈസി. സോ ഇതിന് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ നമുക്ക് വരയ്ക്കാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായി കാണും. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വി വിൽ സോൾവ് ഫ്യൂ മോർ ഡിസൈൻസ്. ഓക്കെ? ഇത് കുറേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് properly മനസ്സിലാവുള്ളൂ. Okay, so I hope you enjoyed this video. So see you in the next video. Thank you so much for watching.